ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് നമ്മുടെ ഹോണറ്റിൻ്റെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് അത് മാറ്റാൻ വേണ്ടി അഴിച്ചതാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ പുതിയ ബെയറിങ് അടിച്ചാണ് കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ബോൾ സെപ്പറേറ്റർ വന്ന ടൈപ്പ് ബോൾ റൈസറാണ്. അത് നമുക്ക് ശരിക്കും ഹോണ്ടയിൽ അവൈലബിൾ അല്ല, ഹീറോയിലാണ് നമുക്ക് തന്നെ കേട്ടോ. റേറ്റ് ഒരല്പം കുറവുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഈ സെപ്പറേറ്റ് അതിൻ്റെ മോളിക്കോട്ട് ഗ്രീസ് അടക്കമാണ് അതിനകത്ത് കിട്ടുക. അതായത് ഇത് പാക്കറ്റ് ഇതിന് വേണ്ടിയിട്ട് വാട്ടർ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഗ്രീസാണ് ഈ വന്നത് കേട്ടോ. അത് ഇതിനകത്ത് വന്നത് നമുക്ക് റേറ്റ് വരാമെന്ന് വെച്ചാൽ 410 രൂപയാണ് അതിന് കോസ്റ്റ് വരാം. സെയിമാണ്. ഹോണ്ടയുടെ പാർട്സിനേക്കാളും കുറേ കൂടി ലൈഫ് കിട്ടണുണ്ട് നമുക്ക് ഈ ഐറ്റത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. കാരണം സാധാരണ നമ്മളിത് ഗ്രീസ് അടക്കിയതിന് ശേഷം ഈ റൈസർ ബോൾ നമ്മളത് മടക്കുകയാണ്. ഇത് ശരിക്കും റൈസറിന് ഒരു സെപ്പറേറ്റർ ഉണ്ട് സംഭവം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഡിസ്റ്റൻസിൽ ബോർഡുകൾ നിൽക്കുകയും ചെയ്യും. തന്നെയല്ല നമുക്ക് ഇൻസ്റ്റലേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാനും പറ്റും. അതിനേക്കാളുപരി സാധാരണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പർപ്പസ് ഗ്രീസാണ് നമുക്ക് വരാം. സാധാരണ വർക്ക്ഷോപ്പുകൾ ചൂസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ മോഡലിനൊക്കെ വന്നത് പറയുമ്പോൾ ഇങ്ങനത്തെ സെൻസിറ്റീവായിട്ട് വന്ന ഭാഗങ്ങളിൽ മോളിക്കോട്ട് ഗ്രീസ് നമുക്ക് വേണ്ടേ. അത് സെപ്പറേറ്റ് ആ കിറ്റിന് ഇതിനകത്ത് തന്നെ ഈ പാർട്ട് നമ്പറിൽ വന്ന കിറ്റിൽ അതും കൂടി സെപ്പറേറ്റ് ഇപ്പോൾ കമ്പനി വിടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും ലാഭമാണത്. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് മാറുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോർക്ക് കാര്യങ്ങളൊക്കെ അഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി അഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കോൺസെപ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് അഴിച്ച് മാറുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹോണറ്റിൻ്റെ ഫ്രണ്ട് ഫോർക്ക് കോൺസെപ്റ്റിൻ്റെ ഭാഗം നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഫോർക്ക് നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പൈപ്പ് രണ്ടും ഡാമേജിലേക്ക് പോയായിരുന്നു. അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ അറിയാലോ, ഇവിടെയൊക്കെ പ്ലേറ്റിങ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫോർക്ക് പൈപ്പ് ആയാലും ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ ഹോൾസീൽ വന്ന ഭാഗത്താണ് അതിൻ്റെ സ്ക്രാച്ചസ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ ഹോൾസീലും പൈപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിടുന്നുണ്ട്. 1441 രൂപയാണ് കേട്ടോ നമുക്ക് ഒരെണ്ണത്തിന് വന്ന പൈപ്പിന് മാത്രം. ഹോൾസീൽ വരുമ്പോഴത്തേക്കും 322 രൂപ ഒരു സെറ്റിന് വന്നിട്ടുണ്ട്. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡസ്റ്റ് സീലുണ്ടാവും, ഓയിൽ സീലുണ്ടാവും, അതിൻ്റെ ലോക്ക് ഇത്രയായിട്ടാണ് വന്നത് മെയിനായിട്ട്. പിന്നെ അതിൻ്റെ ഫോർക്കിൻ്റെ ഓയിൽ വരും. ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തിങ്കളാഴ്ച എടുക്കാവുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ മാക്സിമം വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പെട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ട്. ഓക്കെ.